ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വണ്ണം കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് തന്നെയുണ്ട്. നമ്മൾ നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ലഞ്ച് ടൈം വരെ നമുക്ക് വിശക്കാതിരിക്കുന്ന തരത്തിലുള്ള ഫുഡ് വേണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇടനേരങ്ങളിൽ നമ്മൾ കഴിക്കുന്ന ആ ഒരു സ്നാക്സിൻ്റെ അളവൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഓവർ ഈറ്റിംഗ് കുറയ്ക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസിന് ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 3 റെസിപ്പികൾ കാണിക്കുന്നുണ്ട്. എല്ലാം തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. ഈ റെസിപ്പികൾ ഡയറ്റ് ചെയ്യുന്നവർക്കും ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോളും പ്രഷറും അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന റെസിപ്പികളാണ്. ഇങ്ങനെ നിങ്ങൾ ഒരു മാസം ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 5 കിലോ നിങ്ങൾക്ക് മിനിമം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫൈബർ റിച്ച് ആയിട്ടുള്ള, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള റെസിപ്പികളാണ് എല്ലാം തന്നെ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് റോൾഡ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റോൾഡ് ഓട്സ് കിട്ടിയില്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഓട്സ് എടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ്, നമുക്ക് 5 മുതൽ 7 മിനിറ്റ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കുന്നത് ഓട്സിൻ്റെ പുട്ടാണ്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ്. കറികളൊന്നും ആവശ്യമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ സാധാ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ നനച്ചെടുക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. വെള്ളം കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ പിടിക്കുന്ന സമയത്ത് ഇതുപോലെ കിട്ടണം, അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് പൊടിയണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. എപ്പോഴും നമ്മൾ ഒരേ രീതിയിലുള്ള ഫുഡ് കഴിച്ച് മടുത്തിരിക്കുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ഒന്ന് വെജിറ്റബിൾ പുട്ടായാലും, അല്ലെങ്കിൽ നമുക്കതിനകത്ത് ചിക്കൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോൺസോ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് വേവിച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്ക് തന്നെ നമുക്കിത് പൊടിഞ്ഞ് കിട്ടും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കിയും കൂടെ നമുക്കിതുപോലെ ഒന്ന് കറക്കിയെടുക്കാം. ജസ്റ്റ് 1-2 മാത്രം ഒന്ന് പൾസ് ചെയ്താൽ മാത്രം മതിയാവും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റും സവോളയും കുറച്ച് പച്ചമുളകും കുറച്ച് തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാബേജോ ബീറ്റ്റൂട്ടോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ചിക്കനോ പ്രോൺസോ എന്ത് വേണമെങ്കിലും നമുക്ക് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അതിൻ്റെ ഒരു നനവ് കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചിരട്ടപ്പുട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനടിയിലേക്ക് കുറച്ച് തേങ്ങയും ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റും പിന്നെ കുറച്ച് നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന ഒരു പുട്ടിൻ്റെ ഒരു മിക്സില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. മേലെ കുറച്ച് വെജിറ്റബിൾസും പിന്നെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിളിന് പകരം ഞാൻ പറഞ്ഞതുപോലെ ചിക്കൻ ആണെങ്കിലും ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടോ, നല്ല ആവി പറക്കുന്ന ചൂടായിട്ടുള്ള നല്ല പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം. ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും ആവശ്യമില്ല. ഇത് തനിയെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതും ഒരു കട്ടൻ ചായയും അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പിയും മതി, മധുരമില്ലാത്ത. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിന്നറായിട്ടും കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ലഞ്ചായിട്ട് നമുക്ക് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മാത്രം മതി കഴിക്കാൻ. അപ്പോൾ പ്രോട്ടീനൊക്കെ നമുക്ക് കുറച്ചും കൂടെ അധികം വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പ്രോൺസോ വേറെ ഏതെങ്കിലും ഫിഷൊക്കെ നമ്മൾ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്താലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അടിപൊളി ഓട്സ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഓട്സ് വെച്ചിട്ട് നമുക്കൊരു ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഓട്സ് ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് ഓട്സ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്താൽ മാത്രം മതിയാവും, പെട്ടെന്ന് തന്നെ കുതിർന്ന് വരും. ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ദോശ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഡയറ്റ് ചെയ്യാത്തവർക്കായാലും ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്കിതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറിയ ജീരകമില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്
മഞ്ഞൾപ്പൊടിയാണ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം, ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്തിട്ട്, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊരു വെജിറ്റബിൾ ദോശയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ക്യാരറ്റും സവോളയും തക്കാളിയും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട്, എരിവില്ലാത്ത പച്ചമുളകായിരുന്നു. അപ്പോൾ കുരുമുളകിൻ്റെ എരിവുണ്ട്, എന്നാൽ കൂടെ നമ്മൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കുറച്ച് കട്ടിക്കാണ് ചുട്ടെടുക്കുന്നത്, ഒരുപാട് തിന്നല്ല എന്നാൽ ഒരുപാട് കട്ടിയില്ല, ഒരു ചപ്പാത്തിയുടെ ഒക്കെ ഒരു തിക്നെസ്സിൽ ആ ഒരു ഇതിനകത്ത് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. എന്നിട്ടൊരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒരു സൈഡ് കുക്കാവുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്, അതുകൊണ്ടാണ് കുറച്ചധികം നെയ്യെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ദോശയും കൂടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതേപോലെ തിരിച്ചും മറിച്ച് നന്നായിട്ട് മുരിയിച്ചെടുക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടെ ഞാൻ അരച്ചിട്ടുണ്ട്. ചട്നി ഇല്ലെങ്കിലും ഒരു തൈരോ ഒരു അച്ചാറോ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരിക്കലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഓട്സ് ദോശ നല്ല ഹെൽത്തിയാണ്. അതേപോലെ കറികളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി, ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവർക്കായാലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അതേപോലെ വീട്ടിൽ ഷുഗർ ഉള്ളവരായാലും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു റെസിപ്പി എന്ന് പറയുന്നത് ഓട്സ് വെച്ചിട്ട് തന്നെ ഒരു ഉപ്മാവാണ്. അപ്പോൾ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ട് ഒന്ന് വറുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഒന്നിച്ച് ഓട്സ് എടുത്തിട്ട് നമുക്ക് വറുത്തിട്ട് ചൂടാറിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ ബട്ടറോ എന്താണോ നമ്മളെ ടേസ്റ്റ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് കടുകും കുറച്ച് ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുത്തിട്ട് ചെറുതായിട്ട് എരിഞ്ഞിട്ടുള്ള സവോള ചേർത്ത് ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. അതിനുശേഷം കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് എരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. എന്നിട്ട് പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് ഓട്സിന് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ അളവെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. എന്നിട്ട് നമ്മൾ ഒരു കപ്പ് ഓട്സ് വറുത്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഗ്രീൻ പീസ് എടുക്കുന്ന സമയത്ത് ഫ്രോസൺ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അല്ലാത്ത ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ വേവിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഫ്രോസൺ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ക്യാബേജോ ക്യാപ്സിക്കോ അല്ലെങ്കിൽ ബീട്രൂട്ടോ എന്ത് വേണ്ട, നമ്മളെ കയ്യിൽ ഇപ്പം എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. പനീർ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് റോസ്റ്റ് ചെയ്തിട്ടുള്ള പീനട്ടാണ്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മളുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഒന്നിനൊന്ന് ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉപ്മാവാണ്. ഹെൽത്തിയാണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് കാണിച്ചിട്ടുള്ള 3 റെസിപ്പികളും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ വെയിറ്റ് ലോസിന് നന്നായിട്ട് സഹായിക്കുന്ന റെസിപ്പികളാണ്. അപ്പോൾ ഒരു മാസം നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വണ്ണം കുറയുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വെയിറ്റ് ലോസ് റെസിപ്പികളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ. ടേക്ക് കെയർ.